ഹായ്, ഞാൻ ഡോക്ടർ സുമി. ഡോക്ടർ സുമി സാരബലൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫാറ്റി ലിവറിനെ കുറിച്ച് നോക്കാം. ഇന്ന് ഒരുവിധം എല്ലാവരും വറീഡാണ് ഫാറ്റി ലിവറിനെ കുറിച്ച്, അല്ലേ? കാരണം ചെറിയ പ്രായത്തിൽ തൊട്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട്. പ്രധാന കാരണം നമ്മുടെ ജീവിതചര്യകൾ തന്നെയാണ്. നമ്മുടെ ഡയറ്റ്, എക്സസൈസ് പാറ്റേൺസ്, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഫാറ്റി ലിവറിന് കാരണമായിട്ട് വരുന്നത്. ആൽക്കഹോൾ ഇൻടേക്ക് പ്രധാന കാരണമാണ്. എന്നാൽ അത് പ്രധാന കാരണമായി നിലനിർത്തിക്കൊണ്ടിട്ട് പറയുകയാണ്, സാധാരണ ആൽക്കഹോൾ മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ടും ഫാറ്റി ലിവർ വരാം. എല്ലാവരും ഒരു എബവ് 30 ഇന്നത്തെ കാലത്ത് ഫാറ്റ് ലിവർ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യകതയാണ്. കാരണം എന്ന് വെച്ചാൽ ഏർലി നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ പല ഗ്രേഡ്സ് ഉണ്ട്, അല്ലേ? അപ്പം നേരത്തെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിനുള്ള പ്രതിവിധി കാണാവുന്നതാണ്. കാരണം കുറച്ച് കഴിയുവാണെങ്കിൽ അതിൻ്റെ ഗ്രേഡ് കൂടുന്തോറും അതിന് കോംപ്ലിക്കേഷൻസും കൂടും. പ്രത്യേകിച്ച് പ്രമേഹമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർ പ്രത്യേകം അത് വേഗം തന്നെ സ്കാനിങ്ങൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ സ്കാൻ ചെയ്തൊക്കെ വളരെ നല്ലതാണ്. കാരണം പ്രമേഹം നമുക്കറിയാം പല ഓർഗൻസിനെയും ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വളരെ വേഗം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗം അതിൻ്റെ റെമഡീസ് നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ഇതിനുള്ളത്: ഡയറ്റ്, എക്സസൈസ് ആൻഡ് മെഡിക്കേഷൻസ്. അപ്പോൾ നമുക്ക് മെഡിക്കേഷൻ എന്ന പാർട്ട് നമുക്കൊരു കുറച്ച് മാറ്റി വെക്കാം. അത് ഫസ്റ്റ് നമുക്ക് നോക്കാം നമ്മളെക്കൊണ്ട് സാധിക്കുന്നത്. അത് നമുക്ക് ഡയറ്റും എക്സസൈസുമാണ്. അപ്പോൾ ഡയറ്റാണ് നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? കൂടുതലായിട്ടുള്ള ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം കുറയ്ക്കുക, അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് എക്സസൈസ് ആവാം. എന്നിട്ട് ഭയങ്കര സ്ട്രെസ് ലൈഫാണ് എല്ലാവർക്കും, ജോലിയാണ് പ്രധാനം, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് എന്ന പാർട്ട് മറക്കരുത്. അത് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാം. കൂടുതലായിട്ട് ഇപ്പോൾ ജിമ്മൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ എടുക്കുന്നവരായിരിക്കും. അതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിങ്ങൾ ഡോക്ടർ കൺസൾട്ടേഷൻ വഴി മാത്രം പ്രോട്ടീൻ പൗഡേഴ്സ് നമ്മൾ ഉപയോഗിക്കുക. കാരണം അതും ബ്രാൻഡും അതിലുള്ള കണ്ടൻസും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ആഹാര രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം? അതല്ല വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കതിനെ കൂടുതൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാം? പ്രധാന ആഹാരം, നമ്മുടെ ഫുഡ്, നമുക്ക് മില്ലറ്റ് പോലുള്ള ആഹാരങ്ങൾ, തിന, ചാമ, റാഗി, ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഫാറ്റി ലിവറിന് വളരെ നല്ല ഒരു റെമഡിയാണ് ഇത്തരം മില്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഒരു നേരത്തെ ആഹാരമെങ്കിലും നമ്മൾ മില്ലറ്റ് ആക്കുക. മില്ലറ്റ് ആക്കുന്ന ഗുണം എന്ന് വെച്ചാൽ ഈ ഫാറ്റി ലിവർ മാത്രമല്ല, നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക്, ഇപ്പോൾ നമുക്ക് പ്രമേഹം പോലുള്ള അസുഖങ്ങൾക്കോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, എല്ലാത്തിനും നമുക്ക് അതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവില്ല ഒക്കെ മില്ലറ്റ് നല്ല ആഹാരമാണ്. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ എങ്ങനെ എടുക്കണം, അങ്ങനെ എടുത്ത് കഴിക്കാം. സ്പ്രൗട്ടഡ് മില്ലറ്റ്സും വളരെ നല്ലതാണ്. ഇനി നമുക്ക് പച്ചക്കറിയൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ക്യാരറ്റ്, ബീട്രൂട്ട്, ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ചീരയിലകൾ, മുരിങ്ങയില, അങ്ങനെ ഓരോ നമുക്ക് വേണ്ട പച്ചക്കറികൾ എന്താണോ ഇതൊക്കെ നമുക്ക് ഒരു ലിവർ സപ്പോർട്ടീവായിട്ട് ഉപയോഗിക്കാവുന്ന പച്ചക്കറികളാണ്. പിന്നെ നമ്മുടെ ആഹാര രീതിയിൽ പണ്ട് തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മഞ്ഞൾപ്പൊടി, അല്ലെ? ഒരുപാട് രീതിയിൽ നമുക്ക് ഹെൽപ്ഫുള്ളാണ് മഞ്ഞൾപ്പൊടി. നമ്മളെല്ലാം എപ്പോഴും പറയാറുണ്ട്, പരമാവധി നമ്മൾ മഞ്ഞളെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിപ്പിക്കുക. കാരണം നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനമാണ്. മലയാളികൾ എല്ലാ ആഹാരത്തിലും ഒരു സ്പൂണെങ്കിലും മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പം ഇത് വളരെ നല്ലതാണ്, ആഹാരത്തിൽ കൃത്യമായി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യുക. പിന്നെ പ്രധാനമായ ഒന്നാണ് വെളുത്തുള്ളി നമുക്ക് നമ്മുടെ ആഹാരത്തിൽ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലേ? നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റിയിട്ടോ അതല്ല നമ്മൾ എന്ത് ആഹാരത്തിലാണെങ്കിലും നമ്മൾ വെളുത്തുള്ളി യൂസ് ചെയ്യും. പരമാവധി പച്ചയ്ക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ട, അതൊന്ന് വേവിച്ച് യൂസ് ചെയ്ത് വളരെ നല്ലതായിട്ട് ആണ്. ഇത്രയും ലിവർ സപ്പോർട്ടീവായിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ആപ്പിൾ, അവക്കാഡോ പോലുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിന് ധാരാളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ബെറീസ്, നമുക്കിപ്പോൾ നെല്ലിക്ക, അതല്ല സ്ട്രോബെറി അല്ലെങ്കിൽ കാൻബെറീസ്, ഇത്തരം ബെറീസ് ഇപ്പം നമുക്ക് നാട്ടിൽ അവൈലബിൾ ആണ് ബെറീസ്, അല്ലെങ്കിൽ നമുക്ക് ഡ്രൈഡ് ആയിട്ടോ കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പം ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു പരിധി വരെ നമുക്ക് ഫാറ്റി ലിവറിനെ തടയാനോ അതല്ല അതിന് ഉത്തമമായ രീതിയിൽ ഒരു ഡയറ്റ് നമുക്ക് പ്രിഫർ ചെയ്യാനോ സാധിക്കുന്നതാണ്. ഇനി ഇത് കൂടാതെ എന്താണ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, എക്സസൈസ്, അല്ലേ? എക്സസൈസ് നമുക്ക് എന്തും ആവാം. അത് നമുക്ക് നടത്തമോ ഒക്കെ ആവാം, ജോഗിങ് ഒക്കെ ആവാം. എന്നാൽ നമുക്ക് കുറേശ്ശെ അത് യോഗയും കൂടെ ചെയ്യുകയാണെങ്കിൽ, അതായത് യോഗാസനങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ ലിവർ സപ്പോർട്ടിങ് ആയിട്ട് വരും. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം സൂര്യ നമസ്കാരം ഏറ്റവും നല്ല യോഗയാണ്. നമുക്കത് സൂര്യ നമസ്കാരം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും, എല്ലാ മസിൽസും, എല്ലാ സന്ധികളും, എല്ലാറ്റിനും പ്രോപ്പറായ ഒരു എക്സസൈസാണ് സൂര്യ നമസ്കാരം. അപ്പോൾ സൂര്യ നമസ്കാരം മതി, അത് ഡെയിലി നമ്മൾ ചെയ്യുകയാണ്. കൃത്യമായ എണ്ണം ഫുൾ ചക്ര ചെയ്ത് 5 ടൈംസോ 10 ടൈംസോ നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുക.
അങ്ങനെയാണെങ്കിൽ അത് ലിവർ സപ്പോർട്ടീവായ ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫാറ്റി ലിവർ ഒന്ന് നമ്മൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ തന്നെ സാധിക്കും. ഇപ്പോൾ ഫാറ്റി ലിവർ ഗ്രേഡ് നമുക്ക് വന്നു, അതിന് നമുക്ക് മെഡിക്കേഷൻ എടുക്കുന്ന കണ്ടീഷനാണെങ്കിൽ കൂടെ നമ്മൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം. അപ്പം അതിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിനെ ഒരു റെമഡി ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താവുന്നതാണ്.